നമസ്കാരം. ആസ്മ ആൻഡ് അലർജി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അലർജിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിട്ടായിരിക്കാം രോഗി വരാൻ സാധ്യത? തുമ്മല്, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, ചുമ, ശ്വാസം മുട്ടല് അഥവാ വീസിങ്, നെഞ്ചിനൊരു ബുദ്ധിമുട്ട്, ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുമായിട്ടാണ് സാധാരണ രോഗിയെ നമ്മൾ കാണാറുള്ളത്. ഇത് നീർക്കെട്ടാണ്. ഇതിന് പ്രധാനമായിട്ടും ശ്വാസക്കുഴലുകളുടെ നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ആണ് ഈ കണ്ടീഷനിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ശ്വാസക്കുഴലിനെ ബാധിക്കുമ്പോൾ ശ്വാസക്കുഴലിന്റെ ചുരുക്കമുണ്ടാവും. അതുവഴിയാണ് രോഗിക്ക് ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അലർജൻസ് കാരണമാണ് രോഗിക്ക് ഈ വക ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അലർജൻസ് 2 ടൈപ്പ് ഉണ്ട്. ഇൻഡോർ അലർജൻസും ഉണ്ട്, ഔട്ട്ഡോർ അലർജൻസും ഉണ്ട്. ഇൻഡോർ അലർജൻസിൽ ഏത് തരത്തിലുള്ള പൊടിയുമാകാം. ഡസ്റ്റ് ആകാം, പിന്നീട് പുകയാകാം, പുകയിലയുടെ പുക വരാം, അല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് വരുന്ന പുകയാകാം. പെറ്റ്സിനെ വളർത്തുന്നവർക്ക്, ലവ് ബേർഡ്സ് അല്ലെങ്കിൽ കാറ്റ്സ്, ഡോഗ് ഒക്കെ വളർത്തുന്നവർക്ക് ആ മൃഗങ്ങളിൽ നിന്നും വരുന്ന പൊടിയാകാം. ഔട്ട്ഡോർ അലർജൻസിൽ പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് പോളൻ ഡസ്റ്റുകളാണ്. പോളൻ അതായത് പൂമ്പൊടികളാണ്. പിന്നീട് കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ തണുപ്പാകാം, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള പൊടിയാകാം. ഇതൊന്നും അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ, മഴക്കാലത്തൊക്കെ വരുന്ന വൈറൽ ഇൻഫെക്ഷൻ ആസ്മയും അലർജിയും കൂട്ടുന്നതിന് കാരണമാകുന്നു. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു പൾമനോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്.